നമസ്കാരം. ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് നെറ്റ്വെബ് ടെക്നോളജി ലിമിറ്റഡ്. ഇന്ന് നെറ്റ്വെബ് ടെക്നോളജി ഇൻട്രാഡേയിൽ 14%, ക്ലോസിംഗ് ബേസിസിൽ 8% ഉയർന്നു. ഹൈ എൻഡ് കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻ, കമ്പ്യൂട്ടിംഗ് പ്രൈവറ്റ് ക്ലൗഡ്, AI സിസ്റ്റം, ഹൈ പെർഫോമൻസ് സ്റ്റോറേജ് തുടങ്ങിയവ പ്രൊവൈഡ് ചെയ്യുന്ന OEM കാറ്റഗറിയിൽ ഉൾപ്പെട്ട പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിലെ ഒരു കമ്പനിയാണ് നെറ്റ്വെബ് ടെക്നോളജി ലിമിറ്റഡ്. ഡൽഹിയിൽ നടക്കുന്ന AI സബ്മിറ്റിൽ കമ്പനി മേക്ക് ഇൻ ഇന്ത്യ ബേസ്ഡ് പവർഫുൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൊല്യൂഷനും പെറ്റാസ്കെയിൽ പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് സിസ്റ്റവും ഉടൻ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് കമ്പനി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ഇന്ന് സ്റ്റോക്കിൽ പ്രകടമാവുകയും ചെയ്തു. പ്രമുഖ കമ്പനിയായ NVIDIAയുടെ GPU, CPU, NVIDIA നെറ്റ്വർക്കിംഗ്, NVIDIA ലൈബ്രറി, NVIDIA AI സോഫ്റ്റ്വെയർ സ്റ്റേക്ക് എന്നിവ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും AI ഡെവലപ്പേഴ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് കമ്പനി AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കുക. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നെറ്റ്വെബ് ടെക്നോളജി, E2E നെറ്റ്വർക്ക് തുടങ്ങിയ സ്റ്റോക്കുകളിലും പ്രകടമായി. E2E നെറ്റ്വർക്കും നെറ്റ്വെബ് ടെക്നോളജി എന്ന സ്റ്റോക്കിന് സമാനമായ ബിസിനസ് മോഡലുള്ള കമ്പനിയാണ്. NVIDIAയുമായി സഹകരിച്ച് E2E നെറ്റ്വർക്ക് എന്ന കമ്പനിയും ഇതേ രീതിയിലുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിൽ വരുന്ന ഒരു വിപ്ലവകരമായ മാറ്റത്തിന് വഴി തെളിയിച്ചേക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. അതായത് AI ഡെവലപ്പേഴ്സിന് വർക്ക് ചെയ്യാൻ പ്രാപ്തമായ രീതിയിലുള്ള വളരെ ഉയർന്ന കമ്പ്യൂട്ടിംഗ് ശേഷിയുള്ള ഒരു കമ്പ്യൂട്ടറായിരിക്കും നെറ്റ്വെബ് ടെക്നോളജി ലോഞ്ച് ചെയ്യുക. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നെറ്റ്വെബ് ടെക്നോളജി എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വരികയും സ്റ്റോക്ക് 3300 മുകളിലേക്ക് ഉയരുകയും ചെയ്തു. കഴിഞ്ഞ മാസം 4500 എന്ന ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ഇടിഞ്ഞ് 3000-നടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു. ഇന്ന് സ്റ്റോക്കിൽ വന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ഫ്രഷ് മൊമെൻറ്റം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് പ്രമുഖ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് സെക്ടറിലെ കമ്പനിയായ TVS മോട്ടോറുമായി ബന്ധപ്പെട്ടതാണ്. TVS മോട്ടോർ ഇന്ത്യക്ക് പുറത്ത് ഇന്തോനേഷ്യയിലെ കമ്പനിയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ 10 ലക്ഷം വെഹിക്കിൾ നിർമ്മിക്കുക എന്നുള്ള നാഴികക്കല്ല് മറികടന്നു എന്നുള്ളതാണ് TVS മോട്ടോറുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പ്രധാന അപ്ഡേറ്റ്. 2006 TVS ഇന്തോനേഷ്യയിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ പ്രൊഡക്ഷൻ ആരംഭിച്ചത്. അവിടെ നിന്നും 10 ലക്ഷം വെഹിക്കിളുകളാണ് കമ്പനി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 95% 2 വീലറും 5% 3 വീലറുമാണ്. ഇന്തോനേഷ്യയിൽ നിർമ്മിക്കുന്ന വെഹിക്കിൾ പ്രധാനമായും സൗത്ത് ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക തുടങ്ങിയ റീജിയനുകളിലേക്കാണ് കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്നത്. TVS മോട്ടോർ എന്ന കമ്പനിക്ക് ഇന്ത്യക്ക് പുറത്ത് 49-ലധികം ലീഡർഷിപ്പുകളുണ്ട്. ഇന്തോനേഷ്യയിൽ തന്നെ ജാവ, ബാലി, ലംബോക്, സുമാത്ര തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കമ്പനിക്ക് മാനുഫാക്ചറിംഗ് പ്ലാന്റും ഡീലർഷിപ്പുമുണ്ട്. ഇനി TVS അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. റീസെൻ്റ്ലി പുറത്തുവിട്ട അപ്ഡേറ്റിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 49% വർദ്ധിച്ച് 566 കോടിയിൽ നിന്നും 841 കോടിയിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് TVS എന്ന സ്റ്റോക്കും, അതായത് TVS മോട്ടോർ എന്ന സ്റ്റോക്കും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു അപ്ഡേറ്റ് LG ഇലക്ട്രോണിക്സ് ഇന്ത്യ ഷെയർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. പ്രമുഖ ബ്രോക്കേജ് ഫീമായ ഗോൾഡ്മാൻ സാൻസ് LG ഇലക്ട്രോണിക്സ് ഇന്ത്യ ലിമിറ്റഡിന് ബൈ എന്ന റേറ്റിംഗും 13% അപ്സൈഡിൽ 1350 രൂപയുടെ ടാർഗറ്റ് നൽകി. റീസെൻ്റ്ലി കമ്പനി അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുകയും ചെയ്തു. അതേസമയം കോമഡിറ്റി കോസ്റ്റും കോമ്പറ്റീഷൻ വർദ്ധിച്ചതുകൊണ്ട് കമ്പനിയുടെ മാർജിൻ ഇടിഞ്ഞു എന്ന് ഗോൾഡ്മാൻ സാൻസിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുമുണ്ട്. ഗോൾഡ്മാൻ സാൻസ് ബൈ എന്ന റേറ്റിംഗും 1750 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 13% അപ്സൈഡിലുള്ള ടാർഗറ്റ്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ ഇടിവ് വന്നിട്ടുണ്ട്. ഒക്ടോബർ-ഡിസംബർ ക്വാർട്ടറിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 233 കോടിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഏറെക്കുറെ ഫ്ലാറ്റ് ആണ്. 4395 കോടിയിൽ നിന്നും 4114 കോടിയിലേക്കാണ് കമ്പനിയുടെ റവന്യൂവും എത്തിയിരിക്കുന്നത്. ടോട്ടൽ എക്സ്പെൻസ് 4038 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ എക്സ്പെൻസ് 2.77% ഇടിയുകയും ചെയ്തു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് LG ഇലക്ട്രോണിക്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. LG ഇലക്ട്രോണിക്സ് എന്ന കമ്പനി സൗത്ത് കൊറിയൻ കമ്പനിയായ LG ഇലക്ട്രോണിക്സ് എന്ന കമ്പനിയുടെ ഇന്ത്യൻ സബ്സിഡറി കൂടിയാണ്.
എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പരിശോധിച്ചാൽ ഹോം അപ്ലയൻസ് ആൻഡ് എയർ സൊല്യൂഷൻ സെഗ്മെൻറ്റിൽ കമ്പനിയുടെ റവന്യൂവിൽ 10% ഇടിവ് വന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ എച്ച് ആൻഡ് എ ബിസിനസ് അതായത് എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, മൈക്രോവേവ് അവൻ, വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ, വാട്ടർ പ്യൂരിഫയർ, എയർ പ്യൂരിഫയർ തുടങ്ങിയ സെഗ്മെൻറ്റിൽ മാർജിൻ 1.6% ഇംപ്രൂവ് ആവുകയും ചെയ്തു. കമ്പനിയുടെ അടുത്ത ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാകാൻ സാധ്യതയുണ്ടെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി പറയുന്നത്. അതിന് പിന്നിലെ പ്രധാന കാരണം GST റേറ്റ് കട്ടിലുണ്ടായ റിഡക്ഷൻ കമ്പനിയുടെ റവന്യൂ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്തേക്കുമെന്നുള്ള മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയാണ്. ഗോൾഡ്മാൻ സാൻസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയതുകൊണ്ട് LG ഇലക്ട്രോണിക്സ് ഇന്ത്യ ഷെയർ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്